എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഈ പത്രസമ്മേളനം വഴി 3 ചോദ്യങ്ങളാണ് CPM-ന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനോടും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ സോണിയാഗാന്ധിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ ചോദ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടാണ്. അദ്ദേഹം ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരാളാണെന്ന് വ്യക്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭരണഘടനയിൽ കൈവച്ച് സത്യപ്രതിജ്ഞ എടുത്ത ഒരു മുഖ്യമന്ത്രിയാണ്. എന്നിട്ട് എന്ത് കാരണമാണ്, എന്തുകൊണ്ടാണ് അദ്ദേഹം, എൻ്റെ ആദ്യത്തെ പ്രശ്നമാണ്, കേരള ലോകായുക്ത ആക്ട് 99 പ്രകാരം ഒരു ലോകായുക്ത അല്ലെങ്കിൽ ലോകായുക്ത ആയ ഒരു വ്യക്തി ഓഫീസ് ഓഫ് പ്രോഫിറ്റോ ഒരു ഓർഗനൈസേഷന് ഭാഗമാവാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയിട്ടും ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫിനെ ഓംബുഡ്സ്മാൻ ആക്കുന്നത്. ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫ് ഉപലോകായുക്തയായിരുന്നു. കേരള ലോകായുക്ത 99 ആക്ട് പ്രകാരം അദ്ദേഹത്തിന് ഒരു ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എടുക്കാൻ അനുവാദമില്ല. എന്നിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനെ ലംഘിച്ച് ഇദ്ദേഹത്തിനെ ഓംബുഡ്സ്മാൻ ആക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ആ ഒരു ഇഷ്യൂനെ കുറിച്ച് ഞങ്ങൾ BJP NDA ഇന്നലെ ഗവർണറിനെ പോയി കണ്ടു. ലോക് ഭവനിൽ അദ്ദേഹത്തിനെ കണ്ടു. ഞങ്ങളുടെ ഒരു റെപ്രസെൻറ്റേഷൻ ഗവർണർക്ക് കൊടുത്തിട്ടുണ്ട്. കൃത്യമായ ഫാക്റ്റും വസ്തുതയെല്ലാം ഉൾപ്പെടുത്തി അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, എന്താണ് ഒരു കമ്പൾഷൻ ഒരു ലോകായുക്തനെ ആക്ടിനെ വയലേറ്റ് ചെയ്ത് ഓംബുഡ്സ്മാൻ ആക്കുന്ന ഒരു ശ്രമം എന്താണ് ആവശ്യം? ഒന്ന്. രണ്ടാമത്തെ ഒരു ചോദ്യം, അതും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കാണ് ഞാൻ അദ്ദേഹത്തോടാണോ ചോദിക്കുന്നത്. ഭരണഘടനേൻ്റെ മേൽ ഞാൻ പറഞ്ഞല്ലേ, സത്യപ്രതിജ്ഞ എടുത്ത ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അസംബ്ലിയിൽ ഗവർണർ സ്പീച്ച് ചെയ്യുന്നു. പക്ഷേ അസംബ്ലിൻ്റെ മിനിറ്റും റെക്കോർഡ്സിൻ്റെ ഭാഗമായി മറ്റൊരു സ്പീച്ച് മുഖ്യമന്ത്രി കേറ്റുന്നു. ഇത് എന്താണ് നടക്കുന്നത്? എന്താണ്? ഒരു സിസ്റ്റമൊന്നുമില്ലേ? ഭരണഘടനയെല്ലാം മറന്നോ? ഗവർണർ അവിടെ സംസാരിക്കുന്ന കാര്യങ്ങളല്ല ലെജിസ്ലേറ്റീവ് അസംബ്ലിന്റെ റെക്കോർഡിൽ കേട്ടേണ്ടത്. ഇത് എന്തും ചെയ്യാനൊരു രീതി എവിടുന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് പഠിക്കുന്നത്? ഏത് അസംബ്ലിയിലാണെങ്കിലും ഗവർണർ പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്പീച്ചല്ലേ റെക്കോർഡിൽ പോകേണ്ടത്. അതെല്ലാം മാറ്റി സർക്കാരിന് വേണ്ടപ്പെട്ട ഒരു പാരഗ്രാഫ് അതിൽ കയറ്റി അത് അസംബ്ലിൻ്റെ റെക്കോർഡാക്കുന്ന രീതി തെറ്റാണ്. അത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? ഈ CPM-ന്റെ MPs അല്ലേ ഭരണഘടന എടുത്തിട്ട് ഇങ്ങനെ നടക്കുന്നത്? രാഹുൽ ഗാന്ധി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം CPM ചെയ്യുന്നില്ലേ? ഈ ഭരണഘടന എടുത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്നത്. പിന്നെ ഒരു ബേസിക് ഇഷ്യൂ, ഭരണഘടനയിൽ ഒരു ബേസിക് ഇഷ്യൂ, ഗവർണർ അസംബ്ലി പ്രിസൈഡ് ചെയ്യുമ്പോൾ ഗവർണറിൻ്റെ സ്പീച്ച് എമെൻഡ് ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ആദ്യമായിട്ടാണ് ഈ നാട്ടിൽ, ഇന്ത്യയിൽ നടക്കുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ട്? അത് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം കോൺഗ്രസിനോടാണ്.
ഇവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും എല്ലാം സെക്യുലർ സംഘടനകളാണ് എന്ന് പറഞ്ഞു നടക്കുന്ന കോൺഗ്രസ് സോണിയാഗാന്ധി പാർട്ടി പ്രസിഡന്റ് ആവുമ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാരായിരുന്നു കേരളത്തിൽ. എന്തുകൊണ്ട്, എന്തായിരുന്നു എജൻഡ ഈ സോണിയാഗാന്ധിൻ്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണക്കൊള്ള ദല്ലാലായ ഉണ്ണികൃഷ്ണൻ പോറ്റിൻ്റെ മീറ്റിങ്ങിൻ്റെ കാരണങ്ങൾ? അത് സോണിയാഗാന്ധി പറയണ്ടേ? ഇന്നലെ മാധ്യമ സുഹൃത്ത് കോൺഗ്രസിൻ്റെ ഒരു ലീഡർ KC വേണുഗോപാലോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കണ്ടു, പിണറായി വിജയൻജിയും കണ്ടല്ലോ. അപ്പോൾ പിണറായി വിജയൻജി ഒരു ദല്ലാലെ കാണുമ്പോൾ സോണിയാഗാന്ധിയും കാണണോ? ഇതെന്തായിരുന്നു ഇതിൻ്റെ കാരണം? ഇതിൻ്റെ പിന്നിൽ എന്തായിരുന്നു? സോണിയാഗാന്ധി ആയിരുന്നു കോൺഗ്രസ് പാർട്ടീൻ്റെ പാർട്ടി പ്രസിഡന്റ്, ഉമ്മൻചാണ്ടിൻ്റെ സർക്കാരായിരുന്നു. ഞാൻ ഇതപ്പോൾ ഞങ്ങളുടെ ചോദ്യം ഇതാണ്, എന്തായിരുന്നു സോണിയാഗാന്ധിൻ്റെ മീറ്റിങ്ങിന് കാരണം? ഇത് സോണിയാഗാന്ധി പറയണം, കോൺഗ്രസ് ഇത് പറയണം. ഇനിയിപ്പോൾ പിണറായി വിജയനും ഈ ദല്ലാലിനെ കണ്ടു ഒരു മറുപടി ഒന്നുമല്ല, അതൊരു ഉത്തരമൊന്നുമല്ല. ഇത് മൂന്നാമത്തെ ചോദ്യമാണ്. ഒരു വശത്ത് മുസ്ലിം ലീഗ് സെക്യുലർ പാർട്ടിയാണ്, ജമാഅത്തെ ഇസ്ലാം സെക്യുലർ പാർട്ടിയാണ്, മറുവശത്ത് അഴിമതി എൻ്റെ ഒരു ഐക്കോണായി, ദേവസ്വമിൻ്റെ ദല്ലാലായി, ശബരിമലയെ കൊള്ള ചെയ്യുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഡൽഹിയിൽ കാണുന്ന സോണിയാഗാന്ധിയുടെ ഒരു ചിത്രം. അപ്പോൾ ഇത് എന്തുകൊണ്ട് ചെയ്തു? എന്താണ് സോണിയാഗാന്ധിയും കോൺഗ്രസിൻ്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റീൻ്റെ റിലേഷൻഷിപ്പ്? ഈ സ്വർണ്ണക്കൊള്ള ഞങ്ങൾ ആദ്യം മുതൽ പറയുന്നത്, ഈ സ്വർണ്ണക്കൊള്ള കഴിഞ്ഞ 10 കൊല്ലമൊന്നുമല്ല, ഇത് 10-15 കൊല്ലമായിട്ട് നടക്കുന്ന കാര്യമാണ്. ഇതിൻ്റെ ഒരു കൃത്യമായി 100% തെളിവാണിത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റീനെ പ്രോത്സാഹിച്ചത് പിണറായി വിജയനും മാത്രമല്ല, കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ സോണിയാഗാന്ധി ആണെന്ന് ഞങ്ങളിന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ചോദ്യം നമ്പർ 3, കോൺഗ്രസ് ലീഡർ സോണിയാഗാന്ധി പറയണം, ഒരു ഉത്തരം തരണം. എന്തുകൊണ്ട്, എന്തായിരുന്നു എജൻഡ, ഉണ്ണികൃഷ്ണൻ പോറ്റീൻ്റെ റിലേഷൻഷിപ്പ് എന്താണെന്ന് കൃത്യമായി ഒരു മറുപടി തരണം. ജനങ്ങളുടെ ആവശ്യമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഫോട്ടോ കണ്ടല്ലോ. അല്ല, അത് KC വേണുഗോപാലല്ലേ പറഞ്ഞത് ഇന്നലെ? അല്ല, അതെനിക്കറിയില്ല. KC വേണുഗോപാലിനോട് ഞാൻ അതൊന്നും പറഞ്ഞില്ലല്ലോ. ഇന്നലെ മാധ്യമ സുഹൃത്ത് KC വേണുഗോപാലിനോട് സോണിയാഗാന്ധിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മീറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞില്ല, പിണറായി വിജയനും മീറ്റ് ചെയ്തു എന്നല്ല പറഞ്ഞത്. അത് ഞാൻ ഇവിടെ പറയുന്നു. അതെ, എൻ്റെ ചോദ്യം അതല്ല, പിണറായി വിജയൻ്റെ എതിരല്ല. എൻ്റെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ട്, എന്തായിരുന്നു എജൻഡ? അല്ല, ഭരണഘടന വിരുദ്ധ ആണ്. എന്താണ് അവിടെ മിനിറ്റ്സ് റെക്കോർഡ് ചെയ്യേണ്ടത്? ഗവർണർ സംസാരിച്ച കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യണം. അങ്ങനെ ഒരു സ്പീച്ച് കൊടുത്തു, ഗവർണർ അത് മാറ്റി, അതിന് വേറൊരു ഒരു റെസ്പോൺസാണ്. പക്ഷേ ഗവർണർ അസംബ്ലിയിൽ വന്ന് സംസാരിക്കുമ്പോൾ ഗവർണർ പറഞ്ഞ കാര്യങ്ങളാണ് അസംബ്ലിൻ്റെ റെക്കോർഡിൽ പോകേണ്ടത്. അതല്ലാണ്ട് അത് ഞങ്ങൾ തീരുമാനിക്കും ഗവർണറിൻ്റെ എന്താണ് റെക്കോർഡിൽ പോകേണ്ടത്. അത് ഭരണഘടനയുടെ വിരുദ്ധമാണെന്ന് ഇവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ലോയറിന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഒരു ലോ സ്റ്റുഡൻറ്റിനോട് ചോദിച്ചാൽ അതാണ് കൃത്യമായ മറുപടി പറയാൻ വന്നത്. അത് ഞങ്ങളുടെ അഭിപ്രായമാണ്. ഇല്ല, പറ്റില്ല, അത് മാറ്റിയില്ലേ അവർ? അതല്ലേ സർക്കാർ പറഞ്ഞു. അതല്ലെങ്കിൽ അവർ പറയട്ടെ, ക്ലാരിഫൈ ചെയ്യട്ടെ. ഞാൻ ചോദിക്കല്ലേ, ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? അവർ ചെയ്തിട്ടില്ലെങ്കിൽ പറയട്ടെ, അല്ല ഗവർണറിൻ്റെ സ്പീച്ചാണ് റെക്കോർഡിൽ പോയിരിക്കുന്നത്, അവർ ക്ലാരിഫൈ ചെയ്യട്ടെ.